ജിദ്ദയിലെ ചരിത്ര നഗരമായ ബലദിലേക്കായിരുന്നു ഇന്നത്തെ യാത്ര. അലങ്കാര വിളക്കുകളും ചെറിയ നിശാപരിപാടികളും കണ്ട് ബലദിൻ്റെ യഥാർത്ഥ സൗന്ദര്യം ആസ്വദിക്കണമെങ്കിൽ രാത്രി ഇവിടേക്ക് ഇറങ്ങണം. സൗദിയിലെ തന്നെ വലിയ ടൂറിസ്റ്റ് സെൻ്ററായി വികസിക്കുകയാണ് ഇവിടം. അത്യധികം വൃത്തിയോടുകൂടിയാണ് ബലദിൻ്റെ ഓരോ തെരുവുകളും പരിപാലിച്ചു പോരുന്നത്. ഒരു കടലാസ് കഷ്ണമോ മറ്റു മാലിന്യങ്ങളോ ഒന്നും തന്നെ ഇവിടെ കാണാൻ കഴിയില്ല. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വീടുകളും കെട്ടിടങ്ങളുമാണ് ബലദിലെ പ്രധാന കാഴ്ചകൾ. ടൂറിസത്തിൻ്റെ ഭാഗമായി ഇവിടെയെല്ലാം നവീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. വിദേശികളും ആഭ്യന്തര സന്ദർശകരുമടക്കം നിരവധി പേർ ഇവിടെ എത്തുന്നുണ്ട്. 2014 യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെടുത്തിയ ചരിത്ര നഗരമാണ് ബലദ്. അൽ ബലദ് അഥവാ ഹിസ്റ്റോറിക്കൽ ജിദ്ദ എന്നറിയപ്പെടുന്ന ഈ പ്രദേശത്തിന് സൗദി അറേബ്യയുടെ ചരിത്രത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. ചെങ്കടലിനോട് ചേർന്ന് കിടക്കുന്ന പട്ടണമായ ബലദിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് 7-ാം നൂറ്റാണ്ടിലാണ്. കച്ചവടവും വ്യാപാരവും നിറഞ്ഞ പുരാതന ജിദ്ദയുടെ ഇന്നത്തെ പേരാണ് ബലദ്. കടലിനോട് ചേർന്ന് കിടക്കുന്ന പട്ടണമായ ബലദിനെ പോർച്ചുഗീസ് ആക്രമണകാരികളിൽ നിന്നും മറ്റു ആക്രമണങ്ങളിൽ നിന്നും തടഞ്ഞത് നഗരത്തെ ചുറ്റിയുള്ള വലിയ കോട്ടയായിരുന്നു. കോട്ടയ്ക്ക് ചുറ്റും വലിയ കിടങ്ങുമുണ്ടായിരുന്നു. മക്കയിലേക്ക് പുണ്യ ഹജ്ജിനായി കടൽ മാർഗം വന്നിരുന്ന ആളുകൾ ജിദ്ദ തുറമുഖത്തായിരുന്നു എത്തിയിരുന്നത്. 3-ാം ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാനാണ് ജിദ്ദ തുറമുഖത്തെ മക്കയുടെ ഔദ്യോഗിക തുറമുഖമാക്കി മാറ്റിയത്. ഇന്ത്യയിൽ നിന്നടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് ചരക്കുമായി വന്നിരുന്ന കപ്പലുകളുടെ ഒരു പ്രധാന കേന്ദ്രമായിരുന്നു ഈ തുറമുഖം. പുണ്യനഗരികളായ മക്കയിലേക്കും മദീനയിലേക്കുമുള്ള പ്രവേശന കവാടങ്ങൾ സ്ഥിതി ചെയ്തിരുന്നത് ഇവിടെയാണ്. പരമ്പരാഗത നിർമ്മിതികളും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കെട്ടിടങ്ങളും വീടുകളുമാണ് ഇവിടുത്തെ പ്രധാന കാഴ്ചകൾ. നസീഫ് ഹൗസ് മ്യൂസിയം, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ മസ്ജിദ്, ഷാഫി മസ്ജിദ് തുടങ്ങിയവ ബലദിലെ പ്രധാന ചരിത്ര നിർമ്മിതികളാണ്. ഹിജാസ് പ്രവിശ്യ ഏകീകരിച്ച് സൗദി രാഷ്ട്രത്തിൽ കൂട്ടിച്ചേർക്കുന്ന സമയത്ത് ആധുനിക സൗദിയുടെ സ്ഥാപകൻ അബ്ദുൽ അസീസ് രാജാവ് ഇവിടുത്തെ നസീഫ് ഹൗസിലാണ് താമസിച്ചിരുന്നത്. ഇത് ഇപ്പോൾ ഇവിടുത്തെ ഒരു പ്രധാന സന്ദർശന കേന്ദ്രമാണ്. ഹിജ്റ 26 3-ാം ഖലീഫയായിരുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ബലദിലെത്തിയിരുന്നു. അവിടെ അദ്ദേഹം നമസ്കരിച്ച സ്ഥലത്ത് നിർമ്മിച്ച മസ്ജിദാണ് മസ്ജിദ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഈ പള്ളിയിൽ ഇപ്പോൾ പുരാവസ്തു ഗവേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. തടി കൊണ്ട് നിർമ്മിച്ച ബാൽക്കണികൾ ഇവിടുത്തെ കെട്ടിടങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. പുറത്തു നിന്നുള്ള ആളുകൾക്ക് അകത്തേക്ക് കാണാത്ത രീതിയിലും എന്നാൽ അകത്തുള്ളവർക്ക് പുറത്തെ കാഴ്ചകൾ കാണുന്ന രീതിയിലുമാണ് ബാൽക്കണികൾ നിർമ്മിച്ചിട്ടുള്ളത്. ഷോപ്പിങ്ങിനും ഏറെ തിരക്കുള്ള സ്ഥലമാണ് ബലദ്. വസ്ത്രങ്ങൾ, തുണിത്തരങ്ങൾ, ആഭരണങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, കരകൗശല വസ്തുക്കൾ തുടങ്ങിയവ വിൽക്കുന്ന ഒട്ടനവധി കച്ചവട സ്ഥാപനങ്ങൾ ഇവിടെയുണ്ട്. ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി ഹിസ്റ്റോറിക്കൽ ജിദ്ദയ്ക്ക് പുതിയ മുഖം നൽകാനാണ് സൗദി ലക്ഷ്യമിടുന്നത്.